നമസ്കാരം. നമസ്കാരം. നമ്മൾ അവസാനമായിട്ട് സ്കൂളിൽ കണ്ടതിന് ശേഷം ഈ അടുത്ത് നമ്മൾ വീണ്ടും കണ്ടു. അതുവരെയുള്ള നിങ്ങളുടെ ജീവിതം ബ്രീഫായിട്ടൊന്ന് അവതരിപ്പിക്കുക. നമ്മുടെ മീറ്റിംഗ് വരാൻ പോലെ, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. ഞാൻ SLC കഴിഞ്ഞതിന് ശേഷം ചാലക്കുടി IT-യിൽ 2 കൊല്ലം പഠിച്ചു. ഇലക്ട്രീഷ്യൻ്റെ കോഴ്സായിരുന്നു. അങ്ങനെ കോഴ്സ് മുഴുവനാവുന്നതിന് മുമ്പ് എൻ്റെ ഒരു ബ്രദറിന് വേണ്ടി കൽക്കത്തയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ 2 കൊല്ലം ജോലി ചെയ്തു. പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന് നാട്ടിൽ പറ്റാവുന്ന ജോലികൾ, ഇന്ന ജോലിയൊന്നുമില്ല, ഒരുപാട് ജോലികൾ മാറി മാറി ചെയ്തു. അവസാനം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു വിസ സംഘടിപ്പിച്ചു ഒന്ന് ഗൾഫിലേക്ക് പോയി. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോയി. ഒരു 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഗൾഫിൽ പോയി. അങ്ങനെ ഒരു മൊത്തം 14 വർഷം ഗൾഫിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ ചെയ്യാൻ ഒഴിവ് വരുന്ന സമയത്തൊക്കെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനിടയ്ക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതൊക്കെ അനുജന് ഞാൻ വഴിമാറി കൊടുത്തു. അവൻ മാരേജ് കഴിഞ്ഞ് അവന് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ. പിന്നെ ഇന്ന ജോലിയൊന്നും എനിക്കില്ല. ജീവിക്കാൻ വേണ്ടി ഇന്നും ഞാനൊരു മുട്ടിക്കുളങ്ങര എണ്ണാൻ പാലക്കാട് പോയി വാങ്ങിക്കൊണ്ടുവരും, ആൾക്കാർക്ക് കൊടുക്കുന്നത്. മേലുവേദനയ്ക്ക് പറ്റാണ്ട്. പിന്നെ വിളക്കെണ്ണ സപ്ലൈ ചെയ്യും വീടുകൾ. ഒരു 10-200 രൂപയ്ക്ക് ഒരു ദിവസം ഇന്നും പണിയെടുക്കും. അങ്ങനെ ജീവിതം അങ്ങനെ പോണു. പിന്നെ സീസണനുസരിച്ച് അയ്യപ്പൻപാട്ട് സീസണിൽ അയ്യപ്പൻപാട്ടിന് പോകും, കെട്ടുനിറക്കി വിളിക്കും ആൾക്കാർ. അപ്പോൾ ആ സമയം അങ്ങനെ പോകും. പിന്നെ ചക്ക, മാങ്ങ, പ്ലാവിൻ്റെ മുകളിലൊക്കെ കയറി ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നെഞ്ചുവേദന വന്നപ്പോൾ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതൊക്കെ നിർത്തി. മരത്തുമ്മ കയറണ്ട, മരത്തുമ്മ കയറി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച ബുദ്ധിമുട്ടായിരിക്കും. വെള്ളത്തിൽ പോകണം. അപ്പം ഞാൻ നീന്തൽ പഠിപ്പിച്ചിരുന്നു കുട്ടികളെ. വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഉപകാരപ്രദമാ വെച്ചാൽ ചെയ്യാം. നാട്ടിൽ വല്ലച്ചിറ അമ്പലത്തിൻ്റെ കുളമുണ്ട്, അവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അവർ കുറച്ച് പേരെ പഠിപ്പിച്ചു. പിന്നെ എനിക്ക് വയ്യാതായപ്പോൾ വെള്ളത്തിൽ നീന്തണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അതൊക്കെ നിർത്തി. ഇപ്പോൾ പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു പുട്ടുപൊടി സപ്ലൈ ഉണ്ടായിരുന്നു. നാടൻ സാധനങ്ങൾ, ഭക്ഷണത്തിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ, വിഷമില്ലാത്ത ഐറ്റംസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ഡ്യൂട്ടി പോലെ ഞാൻ കരുതിയിരുന്നു. ഇപ്പോഴോ അത് ഇത് മാത്രമേ കുറച്ചു പോകും. കാരണം വിചാരിച്ച പോലെ വണ്ടി കൊണ്ട് പോകാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ മുട്ടിക്കുളങ്ങര എണ്ണയും മറ്റേ വിളക്കെണ്ണയും സപ്ലൈ ഉണ്ട്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. സംഭവങ്ങൾ ഉദ്ദേശിച്ചത് ഞാനെന്നും ഹാപ്പിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ രാവിലെ 2 മണിക്ക് എണീറ്റാൽ കുറേ കവിതാ ഗ്രൂപ്പുണ്ട് എനിക്ക്. ആ കവിതാ ഗ്രൂപ്പിൽ ഒരു 10,500 പേരുണ്ട്, 5 ഗ്രൂപ്പിലായിട്ട്. അപ്പോൾ അവർ എഴുതുന്ന കവിതകൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5-10 കവിത വിളിച്ചാകുമ്പോഴേക്കും പാടി ഗ്രൂപ്പിലൊക്കെ കുറവ് ഇടുന്നുള്ളൂ, സ്റ്റാറ്റസിലിടാറ്. കാരണം മൊബൈൽ ഹാങ് ആവണ കാരണം. പിന്നെ അത്യാവശ്യം ഞാനും എഴുതും കവിത. ആ എഴുതുന്ന കവിത ഞാൻ തന്നെ പാടിയിടും. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പതിവുണ്ട്. ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് എഴുതി ഇടാറുണ്ട്. പാട്ട് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല, കേട്ട് പഠിച്ചിട്ടുള്ള അയ്യപ്പൻ പാട്ടും അച്ഛൻ പറഞ്ഞൊന്ന് കേട്ട് പഠിച്ചിട്ടുള്ള. ഒന്നും അറിയില്ല, രാഗങ്ങളൊന്നും അറിയില്ല. താളം ഒരുവിധം അയ്യപ്പൻ പാട്ട് പഠിച്ച കാരണം അതിൻ്റെ താളത്തിൻ്റെ ബേസിൽ മറ്റുള്ള പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഈ ഫീൽഡായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൻ്റെ പേരിൽ അവരുടെ കൂടെ പോയിരുന്ന് നേരം. പിന്നെ എൻ്റെ അനുജൻ ഓർഗൻ വായിക്കുന്ന കൂട്ടത്തിലാണ്. അവനെല്ലാം അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ അവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്കും ഒരു ബോധം വരുമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ. അല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. അയ്യപ്പൻ പാട്ടാണ് ഞാൻ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പഠിപ്പും താളങ്ങളും. അതിൽ കുറേ താളങ്ങളുണ്ട്. ചെണ്ടയിൽ കൊട്ടുന്ന താളങ്ങൾ വരെ ഉടുക്കിൽ കൊട്ടുന്നുണ്ട്. ചില ദിക്കിലൊക്കെ ചിലപ്പോൾ പാടേണ്ടി വരും കൊട്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണ താളങ്ങൾ കൊട്ടി പാടാറുണ്ട്. അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ പറഞ്ഞ് തികയില്ല. അതുകൊണ്ടാണ്. ഞാൻ നാരായണൻകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുള്ള വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു
വ്യക്തി എന്നുള്ള സേവനധന്യമായ ജീവിതം എന്നാണ് എന്നെ ഹരിഹരൻ പറഞ്ഞിട്ടുള്ളത്. സേവനധന്യമായ ജീവിതം, മറ്റുള്ളവരെ ആർക്ക് എന്ത് സഹായം കൊടുക്കാനും ഒരു മടിയില്ലാണ്ട് എവിടെയും എത്തിപ്പെടും. അതാണ് അങ്ങയുടെ ഒരു ഗുണം കണ്ടിട്ടുള്ളത്. അത് എനിക്ക് എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ത്രസിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എത്രയും കൂടുതൽ സ്നേഹിതന്മാരുണ്ടോ അത്രയും നമ്മുടെ മനസ്സ് നീണ്ട നാൾ ജീവിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, ഒരു ആവേശം കിട്ടും. അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമുക്ക് വീണ്ടും കാണണം, ഇടയ്ക്കിടയ്ക്ക് കാണണം. ഓക്കെ. തീർച്ചയായിട്ടും ഇങ്ങനെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ വിഷ്ണു ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് 3000 ചില്ലാനും ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ 800 ചില്ലാനും മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അയക്കാൻ പറ്റാത്ത കാരണം എമർജൻസി കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ സ്റ്റാറ്റസിലിടും. പിന്നെ ഫേസ്ബുക്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നാൽ ഫേസ്ബുക്ക് വഴി അതിനെ ഇടാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വിഷ്ണുവിനോട് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്, അത് പറയാതെ വയ്യ. ശരി താല്. തീർച്ചയായിട്ടും ഓക്കെ. സന്തോഷം ഓക്കെ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ഓക്കെ.